നമസ്കാരം. ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF മികച്ച വിജയം പ്രതീക്ഷിക്കുന്നതായി KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു. ഇന്റർനെറ്റ് യുഗത്തിലും വായനാശീലം അത്യാവശ്യമാണ്. ഇത് വളർത്താനുള്ള നടപടി സ്വീകരിക്കണമെന്ന് കളക്ടർ CA ലത IAS. കോഴിക്കോട് കോർപ്പറേഷന്റെയും കുടുംബശ്രീയുടെയും 16 ഷോപ്പുകൾ നഗരത്തിൽ ആരംഭിക്കുന്നു. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF മികച്ച വിജയം പ്രതീക്ഷിക്കുന്നതായി KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് ബാബു. ഇതിനു മുന്നോടിയായി കോൺഗ്രസ് നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും യോഗം ജൂൺ 21 ടാഗോർ ഹാളിൽ ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF ഇത്തവണ മികച്ച വിജയം പ്രതീക്ഷിക്കുന്നതായും ഇതിന്റെ മുന്നോടിയായി കോൺഗ്രസ് നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും യോഗങ്ങൾ വിവിധ ജില്ലകളിലായി ചേരുമെന്നും KPCC ജനറൽ സെക്രട്ടറി PM സുരേഷ് ബാബു പറഞ്ഞു. വിപുലമായ ഒരു പ്രവർത്തക യോഗം കാലത്ത് മുതൽ അംഗങ്ങളുടെ അഭിപ്രായ പ്രകടനം അവസാനിക്കുന്നതുവരെ സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. ടാഗോർ സെന്റിനറി ഹാളിൽ APC പ്രസിഡന്റ് ശ്രീ VM സുധീരന്റെ അധ്യക്ഷതയിൽ ചേരുകയാണ്. കോഴിക്കോട് പ്രവർത്തകരുടെ യോഗം ജൂൺ 21 ടാഗോർ ഹാളിൽ നടക്കും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KPCC അധ്യക്ഷൻ VM സുധീരൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തുടങ്ങിയവർ പങ്കെടുക്കും. കോഴിക്കോട് കോർപ്പറേഷനിൽ LDF നിരന്തരം വിജയം നേടിയിരുന്നത് കൃത്രിമം കാണിച്ചതിനെ തുടർന്നാണെന്നും വാർഡ് വിഭജനമാണ് LDFന് തുണയായതെന്നും DCC പ്രസിഡന്റ് KC അബു വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ലോക്കൽ ബോഡീസ് തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് ഒരുങ്ങുകയാണ്. 14 തീയതി എറണാകുളത്തെ മേഖലാ യോഗം കഴിഞ്ഞു. 21 കോഴിക്കോട് 5 ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ജനപ്രതിനിധികൾ ഒത്തുചേരുന്നത്. നേരത്തെ ബാബു വക്കീൽ പറഞ്ഞു, 5 ജില്ലകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാർ, ഭരണമില്ലാത്ത സ്ഥലത്ത് പാർട്ടി ലീഡർമാർ ഒക്കെ പങ്കെടുക്കും. ഈ സമ്മേളനം നടക്കുന്ന ജില്ല കോഴിക്കോട്ടായതുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കോൺഗ്രസിന്റെ മുഴുവൻ അംഗങ്ങളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാവുന്നതാണ്. ഇന്റർനെറ്റ് യുഗത്തിലും വായനാശീലം അത്യാവശ്യമാണ്. ഇത് വളർത്താനുള്ള നടപടി സ്വീകരിക്കണമെന്ന് കളക്ടർ CA ലത IAS. വായനാ വാരാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. വായനാ വാരാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വെസ്റ്റിയിൽ സെന്റ് മൈക്കിൾ സ്കൂളിൽ നടന്നു. ജില്ലാ കലക്ടർ CA ലത IAS പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്റർനെറ്റ് യുഗത്തിലും വായനാശീലം വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്ന് കലക്ടർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഈ രാജ്യത്ത് നമ്മൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിദ്യാഭ്യാസപരമായിട്ടുണ്ട്. എങ്കിൽ പോലും ഇന്നും നമുക്ക് തൊഴിലില്ലായ്മ വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള ആ ഒരു PM പണിക്കർ, അദ്ദേഹത്തെയൊക്കെ പോലെയുള്ള വലിയ വ്യക്തികളുടെ ആ ഒരു ഉൾക്കാഴ്ച നമ്മൾ അപ്ഹോൾഡ് ചെയ്തുകൊണ്ട് ഇനിയും ഭാവിയിൽ അങ്ങോട്ട് നമ്മൾ അതെല്ലാം ഉപകാരപ്പെടുത്തേണ്ടിയിരിക്കുന്നു. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ജയശീല വായനാദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സാഹിത്യകാരി KP സുധീര മുഖ്യപ്രഭാഷണം നടത്തി. കൌൺസിലർ CK രേണുകാദേവി അധ്യക്ഷത വഹിച്ചു. BM സുഹറ, അഡ്വക്കേറ്റ് M രാജൻ, NE ബാലകൃഷ്ണ മാരാർ, EP ജ്യോതി, സുജയ തുടങ്ങിയവർ സംബന്ധിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ കുടുംബശ്രീയുടെയും 16 ഷോപ്പുകൾ നഗരത്തിൽ ആരംഭിക്കുന്നു. ഇറാം സയന്റിഫിക് സൊല്യൂഷൻ നിർമ്മാണ ഏജൻസി കുടുംബശ്രീ മുഖേന ആദ്യമായി ഇന്ത്യയിൽ നടപ്പാക്കുന്ന സംരംഭത്തിനാണ് കോഴിക്കോട് തുടക്കം കുറിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോർപ്പറേഷൻ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ 16 ഷോപ്പുകൾ പ്രവർത്തനം ആരംഭിക്കുന്നത്. കോർപ്പറേഷൻ വികേന്ദ്രീകൃതാസൂത്രണ ഫണ്ട് ഉപയോഗിച്ച് ഇറാം സയന്റിഫിക് സൊല്യൂഷൻസ് നിർവഹണ ഏജൻസിയാണ് കുടുംബശ്രീ മുഖേന ഇന്ത്യയിൽ ആദ്യമായി ഇത്തരം സംരംഭം ആരംഭിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നഗരപരിധിയിൽ OIT റോഡ്, ബീച്ച്, ഇൻഡോർ സ്റ്റേഡിയം, മുതലക്കുളം, മെഡിക്കൽ കോളേജ്, ഹെഡ് പോസ്റ്റ് ഓഫീസ്, കാരപ്പറമ്പ്, പാവങ്ങാട്, ബേപ്പൂർ, ചെറുവണ്ണൂർ എന്നിവിടങ്ങളിലാണ് ഈ ഷോപ്പുകൾ സ്ഥാപിക്കുന്നത്. സെക്യൂരിറ്റി ക്യാമറ, UPS സംവിധാനം, ട്രൈമർ, അലാറം, സെൻസറുകൾ തുടങ്ങി എല്ലാ ആധുനിക സംവിധാനങ്ങളും ഈ ഷോപ്പിൽ ക്രമീകരിച്ചതായും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. OIT റോഡിൽ സ്ഥാപിച്ച ഈ ഷോപ്പിന്റെ ഉദ്ഘാടനം ജൂൺ 21 സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി MK മുനീർ നിർവഹിക്കും. ഈ ഷോപ്പുകളാണ് കോഴിക്കോട് നഗരത്തിൽ ആരംഭിക്കാൻ പോകുന്നത്. ഈ 16 ഈ
സ്ഥലങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള റിലീസിലുണ്ട്. ഇതിൽ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ 5 എണ്ണമാണ് സ്ഥാപിക്കുന്നത്. തുടരെ അടുത്ത മാസങ്ങളിലായിട്ട് കംപ്ലീറ്റ് ചെയ്യും. എടക്കാട് സ്വകാര്യ ഹോസ്പിറ്റൽ ആരംഭിക്കുന്നതിനെ അനുകൂലിക്കുന്നുവെന്നും വികസനത്തെ പാർട്ടി എതിർക്കില്ലെന്നും DCC പ്രസിഡന്റ് KC അബു. പ്രദേശവാസികളുടെ ആശങ്കകൾ പരിഹരിച്ചാൽ പ്രതിഷേധങ്ങൾ അവസാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എടക്കാട്ടെ സ്വകാര്യ ആശുപത്രി നിർമ്മാണത്തോട് പാർട്ടി അനുകൂലിക്കുന്നതായും വികസനത്തെ പാർട്ടി എതിർക്കില്ലെന്നും DCC പ്രസിഡന്റ് KC അബു. ജില്ലയിൽ അത്യാധുനിക സൌകര്യങ്ങളോടെ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ഹോസ്പിറ്റൽ വികസനത്തിന്റെ ഭാഗമാണെന്നും പ്രദേശത്തുകാരുടെ ആശങ്കകൾ പരിഹരിക്കാൻ മാനേജ്മെന്റിന് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ആശുപത്രി നിർമ്മാണത്തിനെതിരെ നടക്കുന്ന സമരങ്ങളെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഹോസ്പിറ്റൽ വരുന്നതോടെ എടക്കാട് പ്രദേശം കൂടുതൽ വികസന സാധ്യമാകുമെന്നും മറ്റു ഹോസ്പിറ്റലുകൾ ഇതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വികസനങ്ങൾ കാര്യങ്ങൾക്ക് കോൺഗ്രസ് എപ്പോഴും അനുകൂലമാണ്. അത് കലക്ടറേറ്റിൽ യോഗം ചേർന്നിരുന്നു. DCCയുടെ മാത്രമല്ല CPM അവരുടെ നിലപാട് വ്യക്തമാക്കി. കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ ആ കാര്യത്തോടുള്ള എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. പിന്നീട് BJPയുടെ ആളുകൾ, എല്ലാ പാർട്ടിയുടെ ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ പിന്നെ ഈ ഒരു ഹോസ്പിറ്റൽ വരുമ്പോൾ അവിടെ ആളുകളിൻ്റെ ഇടവും വലവും താമസിക്കുന്ന ആളുകൾക്ക് ചെറിയ തോതിൽ പ്രയാസമുണ്ട് എന്നൊക്കെ അവരും അവിടെ പറയുണ്ടായി. ഗ്രീൻവ്യൂ പരിസ്ഥിതി സംരക്ഷണ കർഷക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല എന്ന പേരിൽ ഫലവൃക്ഷ തൈകളുടെ വിൽപ്പന സംഘടിപ്പിക്കുന്നു. ജൂൺ 21 മുതൽ 25 വരെ ജില്ലാ ടൂറിസം ഓഫീസ് പരിസരത്ത് നടക്കുന്ന പരിപാടി കളക്ടർ CA ലത IAS ഉദ്ഘാടനം ചെയ്യും. ഗ്രീൻവ്യൂ പരിസ്ഥിതി സംരക്ഷണ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഞാറ്റുവേല എന്ന പേരിൽ ഫലവൃക്ഷ തൈകളുടെ വിൽപ്പന സംഘടിപ്പിക്കുന്നത്. ജൂൺ 21 മുതൽ 25 വരെ മാനാഞ്ചിറ ജില്ലാ ടൂറിസം ഓഫീസ് പരിസരത്ത് നടക്കുന്ന ഫലവൃക്ഷ തൈകളുടെ വിൽപ്പന കളക്ടർ CA ലത നിർവഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ആനക്കയം കാർഷിക ഗവേഷണ കേന്ദ്രം പ്രത്യേകം തയ്യാറാക്കിയ ഫലവൃക്ഷ തൈകളാണ് വിൽപ്പനയ്ക്കായി ഒരുക്കുന്നത്. ഇതിന്റെ ഭാഗമായി ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 17 വരെ ആരോഗ്യ സംരക്ഷണം മുൻനിർത്തി 1 മാസക്കാലം ഔഷധക്കൂട്ടുകൾ ഉപയോഗിച്ചുള്ള കർക്കിടകക്കഞ്ഞി വിതരണം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഈ 5 ദിവസം നിൽക്കുന്ന ഫലവൃക്ഷ തൈകളുടെ വിൽപ്പന ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇതിലേറ്റവും പ്രത്യേകത, ഇപ്പം നമ്മുടെ തെരുവുകളിലൊക്കെ തന്നെ ചെടി വിൽപ്പന നടക്കുന്നുണ്ട്. മഴ സമയമായാൽ കൊണ്ടുവരുന്നുണ്ട്. ഇത് എവിടുന്നാണ് കൊണ്ടുവരുന്നതെന്നോ അതെങ്ങനെയുള്ളതെന്നോ നമുക്കറിയില്ല. ഇതൊക്കെ നമ്മൾ വാങ്ങി വെക്കും. പക്ഷെ ഇതിൻ്റെ ഗുണമേന്മ പറയാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് കാർഷിക സർവകലാശാലയും നമ്മളും കൂടി ചേർന്നാണ് ഈ മുഴുവൻ തൈകളും ചെയ്യുന്നത്. കാലിക്കറ്റ് ഇസ്ലാമിക് റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടന്നു. സ്കൂൾ പ്രിൻസിപ്പൽ AC മാമു പരിപാടി ഉദ്ഘാടനം ചെയ്തു. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും എന്നല്ലേ. ഈ വായനാ ദിനത്തിൽ വായനയുടെ പ്രാമുഖ്യം വിളിച്ചോതുകയാണ് കാലിക്കറ്റ് ഇസ്ലാമിക് റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂൾ. വിദ്യാർത്ഥികൾക്കായി സ്കൂളിലെ മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിലാണ് വായനാ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. പരിപാടി സ്കൂൾ പ്രിൻസിപ്പൽ MC മമ്മു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ നമുക്കറിയാം, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വായനാശീലമുള്ള ഒരു സമൂഹം ഇന്ന് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനുവേണ്ടി പ്രവർത്തിച്ചത് ശ്രീമാൻ PN പണിക്കറായിരുന്നു. അദ്ദേഹം കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിക്കുകയും അവിടെ ഒട്ടേറെ വായനശാലകൾ രൂപീകരിക്കുകയും വായനക്കൂട്ടങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്തു. ആ പ്രവർത്തനങ്ങൾ കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതയിലെത്തിക്കുന്നതിനും അതുപോലെ തന്നെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ഒരു പ്രദേശമാക്കി മാറ്റുന്നതിനും സഹായിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. വായനയിലൂടെ മാത്രം ഉന്നതങ്ങളിലെത്തിയ പഴയ തലമുറയിലെ പ്രഗത്ഭരെ ചിത്രീകരിച്ചുകൊണ്ട് ഒരു പച്ചില മരവും ഇന്നത്തെ തലമുറയെ കാണിച്ചുകൊണ്ട് ഇലകൊഴിഞ്ഞ മരവും കുട്ടികളുടെ ഇടയിൽ അവബോധം സൃഷ്ടിക്കാനായി തയ്യാറാക്കിയിരുന്നു. ഒരാഴ്ചക്കാലമായി നീണ്ടു നിൽക്കുന്ന പരിപാടികൾ വായനാ മത്സരം, അടിക്കുറിപ്പ് മത്സരം, ആസ്വാദനക്കുറിപ്പ് മത്സരം, കടംകഥ, സാഹിത്യ ക്വിസുകൾ തുടങ്ങി നിരവധി പരിപാടികളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വായനാ ദിനത്തോടനുബന്ധിച്ച് സ്കൂളിലെ മലയാളം അധ്യാപിക ഷെറീന ടീച്ചർ സ്വന്തമായി രചിച്ച് ഈണം നൽകിയ ഈ ഗാനവും വായനാ ദിനത്തിൽ സ്കൂളിന് കൂടുതൽ മധുരമേറിയ ദിനങ്ങളിൽ ഒന്നായി മാറുകയാണ്. വായനാ ദിനത്തിൽ കച്ചേരിക്കുന്ന ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാർത്ഥികൾ മാനാഞ്ചിറയിലെ സെൻട്രൽ ലൈബ്രറി സന്ദർശിച്ചു. ലൈബ്രറിയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നതായിരുന്നു സന്ദർശനത്തിന്റെ ലക്ഷ്യം.
വായനയുടെ മഹത്വത്തെപ്പറ്റി ഈ കുരുന്നു മനസ്സുകൾ തന്നെയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് വായനാ ദിനത്തിൽ കച്ചേരിക്കുന്ന് ഗവൺമെന്റ് LP സ്കൂളിലെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ മാനാഞ്ചിറയിലെ സെൻട്രൽ ലൈബ്രറി കാണിക്കാൻ കൊണ്ടുവന്നത്. ലൈബ്രറിയുടെ പ്രവർത്തനത്തെപ്പറ്റി വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നതായിരുന്നു സന്ദർശനത്തിന്റെ ലക്ഷ്യം. ഒരു പ്രധാനപ്പെട്ട ലൈബ്രറി സന്ദർശിക്കുക, കുട്ടികളുമായിട്ട് ഒരു പ്രധാനപ്പെട്ട ലൈബ്രറി സന്ദർശിക്കുകയും ആ ലൈബ്രറി സംവിധാനങ്ങൾ എങ്ങനെയാണെന്ന് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയുമാണ്. പുസ്തകങ്ങൾ എടുക്കുന്നത്, പുസ്തകങ്ങൾ അടുക്കി വെക്കുന്നത്, പിന്നെ പുസ്തകങ്ങൾ തിരിച്ചേൽപ്പിക്കുന്നവരും എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കുകയും അവരെ ഒരു വായനയുടെ സംസ്കാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇതിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. 60ഓളം വിദ്യാർത്ഥികളാണ് ലൈബ്രറി സന്ദർശിച്ചത്. പലരും കൗതുകത്തോടെയാണ് സെൻട്രൽ ലൈബ്രറിയിലെ സൗകര്യങ്ങളെ നോക്കിക്കണ്ടത്. വായിച്ചു വളരും എന്ന് മനസ്സിലുറപ്പിച്ചാണ് ഈ വിദ്യാർത്ഥികൾ സെൻട്രൽ ലൈബ്രറിയിൽ നിന്ന് സ്കൂളിലേക്ക് മടങ്ങിയത്. ഹെഡ്മാസ്റ്റർ KK സൈനുദ്ദീൻ, ലാൽ പ്രദീപ്, നിഷ ജോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള വിധവ വെൽഫെയർ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വിധവാ ദിനാചരണ പരിപാടികൾ ജൂൺ 23 ടൗൺ ഹാളിൽ നടക്കും. MK രാഘവൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരള വിധവാ വെൽഫെയർ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ജൂൺ 23 സർവ്വദേശീയ വിധവാ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ടൗൺഹാളിൽ നടക്കുന്ന പരിപാടികളുടെ ഔപചാരിക ഉദ്ഘാടനം MK രാഘവൻ MP നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരള ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ വീരാൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തും. സംഘടനയുടെ മുഴുവൻ ജില്ലകളിലുള്ള നേതാക്കളും ചർച്ചയിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. വിധവാ ദിനമാണ്. ആ ദിനത്തോടനുബന്ധിച്ച് ടൗൺഹാളിൽ വിപുലമായിട്ടുള്ള ദിനാചരണവും സെമിനാറും സംഘടിപ്പിച്ചിട്ടുണ്ട്. 23 രാവിലെ ബഹുമാനപ്പെട്ട MP ശ്രീ MK രാഘവൻ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. അതുപോലെ തന്നെ ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് വീരാൻകുട്ടി, ജില്ലാ ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ മനയത്ത് ചന്ദ്രൻ, വിവിധ സാമൂഹ്യ സംഘടനാ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. കാക്കൂർ ദശാവതാര ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേത്ര ദർശന യാത്ര പെരുമീൻ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് പന്ന്യം വള്ളി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സമാപിച്ചു. നിരവധി ഭക്തജനങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. വർഷങ്ങളോളമായി മുടങ്ങിക്കിടന്നിരുന്ന ദശവതാര ക്ഷേത്ര ദർശന യാത്രയാണ് കാക്കൂർ പെരുമീൻ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നത്. ദശവതാര ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ക്ഷേത്ര ദർശന യാത്ര കാക്കൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് തൊഴുത് പന്ന്യം വള്ളി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സമാപിച്ചു. നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്ര ദർശന യാത്രയിൽ പങ്കെടുത്തത്. ദശവതാര ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് പത്മനാഭൻ, ജനറൽ കൺവീനർ പ്രഭാകരൻ, കോർഡിനേറ്റർ ദേവൻ, പ്രസിഡന്റുമാരായ ബാലൻ നായർ, KC ഭാസ്കരൻ നായർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത്. ഫേസ് മാ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഓർമ്മയിൽ പുതേരി രഘുകുമാർ സംഗീത നിശ സംഘടിപ്പിച്ചു. കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന സംഗീത നിശ കലാസ്വാദകർക്ക് ശ്രവ്യാനുഭവമായി. എരഞ്ഞിപ്പാലം വാഗ്ബടാനന്ദ ഗുരുദേവർ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായന ദിനാചരണ പരിപാടികൾ നടന്നു. ചടങ്ങിൽ SSLC+2 ഉന്നത വിജയികളെ അനുമോദിച്ചു. എരഞ്ഞിപ്പാലം ശ്രീ വാഗ്ബടാനന്ദ ഗുരുദേവർ സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായന ദിനാചരണവും SSLC+2 ഉന്നത വിജയികളെ അനുമോദിക്കലും നടത്തി. സാഹിത്യകാരി ആര്യഗോപി മുഖ്യാതിഥിയായി. ലൈബ്രറി പ്രസിഡന്റ് C സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K വേണു, സാഹിത്യ നിരൂപകൻ ഡോക്ടർ KV തോമസ്, C അശോകൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഈ വായന വിപ്ലവമാണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ ചരിത്രത്തിൽ നിന്ന് വായിക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിവിടെ ഇതിനോട് അനുബന്ധമായി വരുന്നതാണ് സാക്ഷരതയെ സംബന്ധിച്ചുള്ള ഈ പ്രചരണ പരിപാടികളൊക്കെ. സാക്ഷരത ഒരു കുറ്റമാണ്. പക്ഷെ എനിക്കൊരു സംശയം, ഇന്നിപ്പോ വായനയെ പറ്റി പറയുമ്പോ നമ്മളൊരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലെത്തിയിരിക്കുക. ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരു നിരക്ഷരൻ ഒരു കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്? ചരിത്രത്തിലെ ഒരാപത്തും വരുത്തിയിട്ടില്ല നിരക്ഷരൻ. ആ കുഴപ്പമുണ്ടാക്കിയത് മുഴുവൻ സാക്ഷരനാണ്. സാക്ഷരനിൽ ഒരു രാക്ഷസൻ ഉറങ്ങിയിരിക്കുന്നു. ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ ജനത്തിനെതിരായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഏറ്റവും
വിദ്യാസമ്പന്നരായ ആളുകളാണ്. കേരള റിട്ടയർഡ് ടീച്ചേഴ്സ് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വ ക്യാമ്പ് ജൂൺ 19-20 തീയതികളിൽ ശിക്ഷക് സദനിൽ നടക്കും. MK രാഘവൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള റിട്ടയർഡ് ടീച്ചേഴ്സ് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നേതൃത്വ ക്യാമ്പാണ് ജൂൺ 19-20 തീയതികളിലായി ശിക്ഷക് സദനിൽ സംഘടിപ്പിക്കുന്നത്. ക്യാമ്പിൽ അടിയന്തര പ്രാധാന്യമുള്ള സാമൂഹ്യ സാംസ്കാരിക വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്നും വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മദ്യം സ്കൂളുകളിൽ അടുത്തുള്ള കടകളിലുമൊക്കെ മദ്യവും മയക്കുമരുന്നും കഞ്ചാവും അതുപോലൊക്കെയുള്ള നടത്തുന്ന പരിപാടികൾക്കെതിരായി രാജ്യവ്യാപകമായി ഒരു വിപുലമായ പ്രചാരണ പരിപാടി അധ്യാപകന്മാരുടെ ചെറിയ ചെറിയ സ്ക്വാഡുകൾ സംഘടിപ്പിച്ചുകൊണ്ട് നടത്താനുള്ള ഒരു തീരുമാനം ഞങ്ങളുടെ ക്യാമ്പ് എടുക്കുന്നുണ്ട്. കുണ്ടുങ്ങൽ ഗവൺമെന്റ് UP സ്കൂളിൽ വായനാ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നടന്നു. വാർഡ് കൌൺസിലർ MT പത്മ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുണ്ടുങ്ങൽ ഗവൺമെന്റ് UP സ്കൂളിന്റെ ആഭിമുഖ്യത്തിലാണ് വായനാ ദിനത്തോടനുബന്ധിച്ച വായനാ വാരാഘോഷവും വായന മരിക്കുന്നുവോ എന്ന വിഷയത്തിൽ പ്രൊജക്ട് റിപ്പോർട്ടിന്റെ പ്രകാശനവും നടന്നത്. വാർഡ് കൌൺസിലർ MT പത്മ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറികൾ കയറി അവിടുത്തെ പുസ്തകങ്ങളുടെയൊക്കെ ലിസ്റ്റ് എടുത്തു എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. വളരെ വളരെ ഗഹനമായിട്ടുള്ള ഒരു പരിപാടിയാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത്. തീർച്ചയായും അനുമോദനം അർഹിക്കുന്നതാണ്. എല്ലാവരെയും ഞാൻ അനുമോദിക്കുകയാണ്. PTA പ്രസിഡന്റ് കോയാട്ടി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ PK സതീഷ്, K ശിവരാജൻ, MP കോയാട്ടി, CP ഹസൻ കോയ, ജോസ് മേരി, അനൂപി നായർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF മികച്ച വിജയം പ്രതീക്ഷിക്കുന്നതായി KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു. ഇന്റർനെറ്റ് യുഗത്തിലും വായനാശീലം അത്യാവശ്യമാണ്. ഇത് വളർത്താനുള്ള നടപടി സ്വീകരിക്കണമെന്ന് കളക്ടർ CA ലത IAS. കോഴിക്കോട് കോർപ്പറേഷന്റെയും കുടുംബശ്രീയുടെയും 16 ഷോപ്പുകൾ നഗരത്തിൽ ആരംഭിക്കുന്നു. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.